സായിക്ക് വേണ്ടിയിട്ട് സർപ്രൈസ് അപ്പൊ ഇന്ന് 13th ജൂലൈ അല്ലേ? ഇന്നത്തെ പ്രത്യേകത എന്താ? ഇന്ന് സൺഡേ ആണ്. ഇന്ന് ഞങ്ങളൊരു കുഞ്ഞു ട്രിപ്പ് പോവാണ് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ പ്രബീനെ എടുക്കാൻ പോവാണ്. നമ്മള് മൂന്നേരും കൂടി ചെറിയ കുഞ്ഞു ട്രിപ്പ് പോവാണ്. കോഴിക്കോട് നിന്ന് കൊച്ചി ചെറായി ഭാഗത്ത്. ഞാൻ കഷ്ടപ്പെട്ട് റിസോർട്ട് കൊളാബെടുത്ത് കിട്ടിയതാണ്. ഞാൻ സായിന് വേണ്ട ഞാൻ ചെയ്യാനൊന്നുമല്ല. ഞാൻ ഉള്ളതുകൊണ്ടും എന്റെ ബർത്ത്ഡേ ആയതുകൊണ്ടും അതിന്റെ സെലിബ്രേഷൻ നടക്കുന്നുള്ള പേരില് ഒരു കൊളാബ്. നമ്മളിപ്പോ പ്രബീനെ വെയിറ്റ് ചെയ്യാണ്. അപ്പൊ നമ്മള് മൂന്നേരും കൂടി ഒരു ട്രിപ്പ് പോവാണ്. ചെറായി ഭാഗത്തെ റിസോർട്ടാണ്, ദി കബാന റിസോർട്ട്. ഓക്കെ, അപ്പോൾ ഒരു കുഞ്ഞു റിസോർട്ടാണ്. പക്ഷെ നല്ല രസമുണ്ട്. മീൻസ് ബീച്ച് സൈഡാണ്, അതുകൊണ്ട് നല്ല ആംബിയൻസ് ഉണ്ടാവും. അപ്പം നല്ല നമ്മളെ തിരകൾ എണ്ണി കിടക്കാവുന്ന രാത്രി ബർത്ത്ഡേ ആകുമ്പോൾ. അത് ഇന്നത്തെ പ്രത്യേകം വെച്ചാൽ സായിയുടെ ബർത്ത്ഡേ ആണ് 14th ജൂലൈന്. അപ്പോൾ അതിന് തലേ ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇല്ല, ശരി, ബർത്ത്ഡേ വിഷ് ഒന്നും വാങ്ങില്ല, കൊടുക്കില്ലെന്നല്ലേ? അപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മളിനി പോട്ടെ. ഇപ്പോൾ സമയം 8 മണിയായി. ഞങ്ങൾ പ്രവീനെ വീട്ടിൽ വിളിച്ചു നോക്കും. അപ്പോൾ നമ്മളിനി പോവാണ്. ഇനി പ്രവീനെ എടുത്തിട്ട് നമ്മൾ നേരെ എവിടെ പോവും? അങ്ങോട്ട് പോവും, ചെറിയും. ഇനി ഫുഡ് കഴിക്കട്ടെ. ഈ ഫുഡ് കഴിച്ചുള്ള ബാക്കി വരട്ടെ. വിശന്നിട്ട് വയ്യ. അപ്പോൾ നമ്മളിത് അവിടെ എത്താനായി. അപ്പോൾ ഇവിടെ 2 സൈഡും ഇത് ബോട്ട് ചെട്ടില്ല, അറിയാ? നല്ല രസമുണ്ടല്ലേ? ജൂലൈ ലാസ്റ്റ് വരെ. അപ്പൊ അതുകൊണ്ടാണ് നിർത്തിട്ടിങ്ങനെ. ഓ, നല്ല രസം. നമുക്കൊക്കെ പോകാൻ പറ്റുമോ? അത് വലിയ ബോട്ടല്ലേ? നല്ല രസമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കുറേ നേരമായിട്ട് ഈ ബീച്ച് സൈഡിൽ കൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ ഇവിടെ ചെറായി ബീച്ച് കൺവെൻഷൻ സെന്റർ ഇതാ ഇവിടെ. അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്, ദ കബാന. അപ്പോൾ നമ്മുടെ റിസോർട്ട് എത്തിയിട്ടുണ്ട്, ദ കബാന. അപ്പോൾ ഇതാണ് നമുക്ക് സെറ്റാക്കി കിട്ടിയത്. അപ്പോൾ നമ്മുടെ റൂം 203 ആണ്. ഇതാണ് റൂം. ഇതെന്താ ഫുള്ള് നീല കളറായിട്ട് തോന്നുന്നത്? നമ്മുടെ റൂം, വാഷ്റൂം, ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ട്. ഇത് ഫുള്ള് നീല കളറായിട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ നീല കളറ്. അപ്പോൾ നമ്മളിതാ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ റിസോർട്ട് കബാന ചെറായി, കബാന ചെറായിൽ. അപ്പോൾ ഇതാ നമ്മുടെ റിസോർട്ടാണിത്. അപ്പോൾ നമ്മളിപ്പോൾ ചെറായിലുള്ള ദി കബാന ബീച്ച് സൈഡ് റിസോർട്ടിലാണ് വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ സായിക്ക് വേണ്ടിയിട്ട് ഒരു സർപ്രൈസ് പാർട്ടി ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. ബർത്ത്ഡേ പാർട്ടി. കാരണം നാളെ 14th ജൂലൈയിലാണ് സായിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ നാളെ നമ്മൾ എന്തെങ്കിലും പുറത്ത് വന്നു കഴിഞ്ഞാൽ സായിക്ക് എന്തായാലും ഡൗട്ട് അടിക്കും. അതുകൊണ്ട് 13th ഇന്ന് തന്നെ ഞങ്ങൾ ചെറിയൊരു പ്രോഗ്രാം വയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞങ്ങളിപ്പോൾ റിസോർട്ടിനകത്ത് വന്നിട്ടുണ്ട്. ഇനി മെല്ലെ ഫുഡ് കഴിക്കാൻ പോകും. ഫുഡ് കഴിച്ചിട്ട് വന്ന് സായി പറഞ്ഞു സായിക്കൊന്ന് കിടക്കണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് പോകും. പുറത്ത് പോയ സമയത്ത് നമ്മുടെ ബിഗ് ബോസിലുള്ള കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് വരും വൈകുന്നേരം. മീൻസ് ഒരു പ്രോഗ്രാം, ചെറിയൊരു കുഞ്ഞു പ്രോഗ്രാം റൂഫ് ടോപ്പിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 6 മണി 7 മണിക്കാകുമ്പോൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ സായിക്ക് ഇതറിയില്ല. സായിക്ക് കുറേ ഡൗട്ടുണ്ട്. പക്ഷെ ഞാനിങ്ങനെ മനഃപൂർവ്വം ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചാടിച്ച് സായി കുറേ പറയുന്നുണ്ട് നമുക്ക് വൈകുന്നേരം കൊച്ചിയിൽ പോകാം. എന്നാൽ കൊച്ചിയിൽ ബർത്ത്ഡേ ആഘോഷിച്ച് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റില്ല, നമുക്ക് വേണമെങ്കിൽ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് പുറത്ത് പോയിട്ട്. അപ്പം നമ്മളിവിടെ റൂഫ് ടോപ്പിൽ വന്നതാണ്. റൂഫ് ടോപ്പിൽ ഇതവിടെ സായിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഡെക്കറേഷൻ നടത്തുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ഡെക്കറേഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ ശിവേട്ടൻ്റെ കടേൻ്റെ അവിടെ എത്തിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഉച്ചയ്ക്ക് ഞങ്ങൾ ശിവേട്ടൻ്റെ കടയിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. നല്ല അടിപൊളി വൈബുള്ള സ്ഥലമല്ലേ? അപ്പോൾ നമ്മൾ ശിവേട്ടൻ്റെ കടയിൽ അവിടെ നിന്ന് ഫുഡ് കിട്ടിയിട്ടുണ്ട്. ചെമ്മീൻ, ചോറ്, കറി, അച്ചാറ്, സാലഡ്, മോര്, മീൻ കറി എന്തൊക്കെയുണ്ട്. കുറേ ക്രാബ്. നമ്മൾ കഴിക്കില്ല കേട്ടോ. ഇവരൊക്കെയാണ് ക്രാബ് കഴിക്കുന്ന ആൾക്കാർ. അപ്പോൾ നമ്മുടെ ശിവേട്ടൻ്റെ കട അവിടെ. ശിവേട്ടൻ്റെ കടയിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ഇവിടെ കടൽ. അപ്പോൾ നമ്മൾ പ്രവീൻ്റെ റൂമും കാണാൻ പോയിട്ട് കണ്ടിട്ട് നല്ല സെറ്റപ്പ് ആയിരിക്കും.
ആഹാ ഓ സെറ്റപ്പ് ഇട്ടോ നല്ല നല്ല അടിപൊളി റൂം ഇത് അപ്പൊ നമ്മുടെ റിസോർട്ടിലുള്ള പൂളാണ് കേട്ടത്. ഇവിടെ നമ്മുടെ അടിപൊളി സെറ്റപ്പൊക്കെ ആയിട്ട് പൂളുണ്ട്. അധികം ആഴില്ല തോന്നുന്നു. ഉണ്ട്. ഐ ലവ് കബാന. നല്ല വൈബുണ്ട് ഇവിടെ, നല്ല രസമുണ്ട്, നല്ല അടിപൊളി. അപ്പോൾ പ്രബീൻ്റെ റൂം ഇവിടെയാണ്, ഞങ്ങളുടെ റൂം ഇതാ ഫസ്റ്റ് ഫ്ലോറിൽ. അപ്പോൾ നേരത്തെ എന്താ വീഡിയോ കട്ടാക്കി വെച്ചത്, നമ്മുടെ ഈ ഇതിൻ്റെ ഒരു മാനേജർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും സായിക്ക് നേരത്തെ ഡൗട്ട് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഡൗട്ട് അടിക്കാതെ ഞങ്ങളൊന്ന് മുകളിൽ പോട്ടെ. മുകളിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് ഞങ്ങളുടെ റൂം. അപ്പോൾ മുകളിൽ ഇപ്പോൾ നിങ്ങൾ ഡെക്കറേഷൻ കണ്ടല്ലോ, അപ്പോൾ അവിടെ പരിപാടി നടക്കുക. സായിനെ അവിടെ കയറ്റരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഞങ്ങളിനി പോയിട്ട് ഒരു 4 മണിയാകുമ്പോൾ പുറത്തിറങ്ങും. അത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ആൾക്കാരെല്ലാവരും ഇവിടെ വന്നിട്ട് മുകളിൽ സെറ്റ് ചെയ്തിരിക്കും. അതാണ് പ്ലാൻ. നടക്കുമോ എന്തോ പാളോ ഒന്നും എനിക്കറിയില്ല. എന്തായാലും നോക്കട്ടെ. അപ്പോൾ നമ്മുടെ ഡെക്കറേഷൻ വർക്ക് ഇതാണ്. ഇവിടെ കേക്ക് വയ്ക്കും. പിന്നെ ഇവിടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, ഫുഡ് ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുന്നുണ്ടായാലും. അപ്പോൾ അതേ ഞാൻ ഒരുങ്ങിയിട്ടുണ്ട്. നിങ്ങളെ കണ്ട തോന്നും പാർട്ടിക്ക് എന്താ പോണ പോലെയാന്ന്. പക്ഷെ നമ്മൾ പാർട്ടിക്ക് കൂടെ പുറത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ആകെ ഈ ഡ്രസ്സ് എടുത്തത്. മതി ഉറക്കി ചെലവാക്കൽ. അപ്പോൾ നമ്മളിപ്പോ ഫുഡ് ചായ കുടിക്കണ്ടേ? ചായ കുടിക്കാൻ പോവാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങും. എന്നിട്ട് ഒരു 7 മണി 8 മണിയാകുമ്പോഴത്തേക്കും അവിടെ എത്തിയിട്ട് നമ്മൾ റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പിന്നെ ഇറങ്ങും. ഇതാണ് ഞങ്ങളുടെ പരിപാടി. ഫുഡ് കഴിക്കാൻ റെസ്റ്റ് എടുക്കുക. അല്ല, ശിവേട്ടന്റെ കട. ഉച്ചയ്ക്ക് ശിവേട്ടന്റെ കടയുന്നു. അപ്പൊ നമ്മള് ജസ്റ്റ് അപ്പൊ നമ്മളിനി ഫുഡ് കഴിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ടല്ല, നമ്മളിപ്പോ ചായ കുടിക്കും. അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് കറങ്ങും. ഞങ്ങൾ ടിപ്പു സുൽത്താന്റെ ഗുഹയ്ക്കൊക്കെ കാണാൻ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ നടക്കുമെന്ന് എനിക്കറിയില്ല. ഇവരെ മറ്റേ പുരാവസ്തു സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ ഇതൊക്കെ പറയുന്നുണ്ട്. ഇല്ലെങ്കിൽ ഞങ്ങൾ എവിടെയെങ്കിലും ബീച്ചിൽ പോയിട്ട് കറങ്ങിയിട്ട് കുറച്ച് ഞങ്ങളുടെ വീട് അവിടെ പോകും. എന്നിട്ട് മെല്ലെ തൊട്ടപ്പുറത്ത് ഭക്ഷണം കഴിക്കാറുണ്ട്. അപ്പൊ നമ്മള് ചെറായി കൂടെ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറായിലത് ഇതാണ് ചെറായി. ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം കുഴുപ്പള്ളി എന്ന സ്ഥലമാണ്. ഇതാണ് ചെറിയ കണ്ടൽക്കാടുകളൊക്കെ നിറഞ്ഞ പ്രകൃതി രമണീയത നിറഞ്ഞ റോട്ടിലൂടെയാണ് ഞങ്ങൾ നടന്നു പോകുന്നത്. അങ്ങനെ ഞങ്ങൾ സഞ്ചാരപാതയിലൂടെ നടന്നുകൊണ്ട് വണ്ടിയിൽ 4 ചക്ര വാഹനത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി സ്വല്പം എന്റെ മുഖം കാണിക്കാം. അപ്പോൾ നമ്മളിവിടെ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയത്. പക്ഷെ ഇതായിട്ട് ചായയുടെ സ്ഥലമൊന്നും കിട്ടിയില്ല. ചായ നല്ല സൂപ്പർ സ്ഥലം ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. പക്ഷെ അവിടെ റോഡ് സൈഡ് മാത്രമേ കണ്ടുള്ളൂ. അവിടെ ഇറങ്ങാൻ പറ്റില്ല, മഴയാണ്. നമ്മളെ വിശാലമായി ഇതെന്താ ശരിക്കും കായലോ? അപ്പൊ നമ്മള് കാപ്പി കുടിക്കുക. ഇതാണ് എന്റെ ഡ്രസ്സ്. ഞാൻ പ്രബീനെ ഞങ്ങള് വൈബ് അടിക്കാൻ അതല്ല, ഞാൻ നല്ല സൈറ്റിൽ നിന്ന് അടിപൊളിയായിട്ട് ശരിക്കും അങ്ങനെ തന്നെയാണ്. കണ്ടോ? ഇപ്പൊ നമ്മൾ എവിടെയാ പോണ അറിയോ? എവിടെയാ? രക്തേശ്വരി ടെമ്പിളിന്റെ അടുത്തുള്ള ബീച്ചിലേക്കാണ്. അപ്പൊ അവിടേക്ക് പോകണം. ടെമ്പിൾ കഴിഞ്ഞോ? അപ്പൊ അവിടെ അടുത്തുള്ള ബീച്ചിലേക്കാണ് പോണത്. അപ്പൊ അവിടേക്ക് പോണ വഴിയിൽ നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങൾ 2 സൈഡും നല്ല അടിപൊളിയുണ്ട്. ഇവിടെ ഹൗസ് ബോട്ടൊക്കെ ഉണ്ടോ? അപ്പൊ ഇവിടെ എല്ലാവരും മീൻ പിടിക്കുക കേട്ടോ ഈ സൈഡില്. ഇത് കറക്റ്റ് സ്ഥലം എവിടെ? ചെറായി എന്റെ അല്ലേ? രാജേശ്വരി. നല്ല അടിപൊളി വൈബുള്ള സ്ഥലം. അപ്പൊ നമ്മളിപ്പോ കുഴുപ്പള്ളി ബീച്ചിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെ നല്ല ബീച്ചിലെ സൈഡിലേക്ക് ഞാൻ ഈ ഡ്രസ്സൊക്കെ ഇട്ടാണ് ബീച്ചിലേക്ക് വന്നിരിക്കുന്നുണ്ടോ അല്ലേ?
നടന്നു പോണ വഴിക്ക് തോണിന്റെ മുകളിൽ അമ്മയെ നോക്കാം തൊഴുത് നിൽക്കുക പിന്നെ മുന്നിക്ക് പോണില്ല അവിടെ തൊട്ട് തലയിലേക്ക് അത് അതിന്റെ കൂട്ടുന്ന പോന്നാ നമ്മള് ബീച്ച് സൈഡിൽ നിന്ന് ഇപ്പൊ മെല്ലെ പോവാണ് അല്ലേ? ഞങ്ങള് നേരെ പോയിട്ട് ബജ്ജി കഴിക്കണം. ബജ്ജി കഴിക്കണം. ബജ്ജി ഉണ്ട്, ബജ്ജി കഴിക്കണം. ഇത് നമ്മള് നേരെ ഇന്ന് ഞങ്ങൾക്കൊക്കെ ചീത്തയാണ്. ഞങ്ങൾക്ക് എന്നും ചീത്തയാണ്, വേറെ കാര്യം. ഒന്നുമില്ല, നല്ല രസമുണ്ടല്ലോ. അപ്പൊ നമ്മളിപ്പോ റിസോർട്ടിലെത്തിട്ടോ. നമ്മള് ഫുഡ് കഴിക്കാൻ പോണേ, ഫുഡ് നമ്മള് റെസ്റ്റ് എടുക്കാൻ പോണേ. നമ്മൾ ഇവിടുന്ന് പോയില്ലേ, നമ്മള് റൂമിൽ നിന്ന് ഇറങ്ങി പോയപ്പോ നമ്മളിപ്പോ മുകളിൽ പോട്ടെ. നല്ല സർപ്രൈസ്, നല്ല സർപ്രൈസ്. എന്ത് സർപ്രൈസ്? ഒരു സാർ നമുക്കിവിടെ ഡയറ്റ് ആയതുകൊണ്ട് മുട്ടായി മതി, മുട്ടായി വേണ്ട പറഞ്ഞു. നമ്മളെല്ലാം പറഞ്ഞു ചെയ്യിപ്പിക്കണം. അതാണ് എന്റെ ക്യാമറ എനിക്ക് സ്റ്റേജിൽ കയറാനൊന്നും വയ്യ. ഇത് തുറന്നു നോക്കണം. എന്താണുള്ളത് ഇന്നലെ നിരീപിക്കാണ് ഞാൻ ഈ അഭിഷേകം കഴിഞ്ഞാണ്. ഈ മനുഷ്യല്ലേ ഇയാള് ഈ ചിത്തുപോയി ആ പോണ മനുഷ്യൻ ആരും. ഞാൻ പാട്ട് സൗണ്ട് കുറച്ചിട്ട് ഫുള്ളിന്ന് കേട്ട് ഹാപ്പി ഞങ്ങൾ തുണി മാറ്റിട്ട് അയാൾ ഷർട്ടിന്റെ കാര്യത്തിനോട് ഒരു ഷർട്ട് അയക്ക് പറ്റി പാന്റ് എടുക്കണം എന്ന് പറഞ്ഞു. അതെന്റെ പേര് പറയുകയും ചെയ്തു. അല്ല ബ്ലാക്ക് എടുത്ത് രണ്ടെണ്ണം എടുത്ത് ആ ഷർട്ട് ബ്ലാക്ക് എടുത്തിരുന്നെങ്കിൽ ഫുള്ള്, കാരണം ഇതിന് വീട്ടിൽ ബ്ലാക്ക് അല്ലേ, ഫുള്ള് ബ്ലാക്ക് ആയി പോയി. മറ്റേ സാധനം ഉണ്ടെന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് വരിക. അപ്പൊ ഞാൻ പറഞ്ഞേ അധികം ചവിട്ടുകളുണ്ടാവും, ബാക്കിലുള്ള നന്ദനയ്ക്കും ചിത്തുവായിക്കും വണ്ടി സ്പീഡിൽ എത്തില്ല എന്ന് പറഞ്ഞു. അതിന് സ്നേഹം
അല്ല മൊത്തം മനസ്സിലായല്ലോ. അഭിനയം നിർമ്മിക്കാരതയോടെ നിന്നത് മനസ്സിലായൊന്നുമില്ല. എനിക്ക് ഇന്ന് രാത്രി ഇവള് 12 മണിക്ക് പുറത്തു പോകണം, ഇവിടെ വന്ന് കിടക്കണം. 12 മണി എന്നുള്ള ഒരു സാധനം പറയുന്നത് എനിക്ക് ഒരു കാര്യം ഉറപ്പായി, സിജോ ലിനു വരും അടുത്താണ്. ഞാൻ പറഞ്ഞു നാളെ ഒലയ്ക്കാ കൂടി ഇടും. ഞാൻ രാത്രി ഇങ്ങനെ ആലോചിക്കാം, സിജോ ലിനു വരും, സ്നേഹിൻ ജിത്തുവായി നന്ദനി വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ ആരും ഇങ്ങനെ കൂട്ടുന്നില്ല, ബാക്കിയുള്ളവരൊന്നും ഞാൻ കൂട്ടിയിട്ടില്ല. അതിപ്പോ എല്ലാരും കൂടെ വരും വിചാരിച്ചില്ലായിരുന്നല്ലോ. നേരെ വണ്ടി കയറി വന്നപ്പോ ഫസ്റ്റ് വണ്ടി കയറി വന്നപ്പോ കണ്ടതാരറിയോ? നന്ദനാസിന്റെ ആനേനെ തെറ്റിപ്പെട്ട അന്റെ കാറ് ഞാൻ കണ്ട്, പക്ഷെ നമ്പർ പ്ലേറ്റ് നോക്കിയില്ല. നന്ദനന്റെ കാറ് ഓ നെറ്റിപ്പെട്ട നന്ദന. ആ കേക്ക് വിളിച്ചതല്ലേ? തല താഴ്ത്തിരിക്കും. നിങ്ങള് റിവേഴ്സ് ഇട്ടില്ലേ? നിങ്ങള് കാർ ഇങ്ങോട്ട് പോയില്ലേ? ഞാൻ റിവേഴ്സ് ഇട്ട് അങ്ങോട്ട് നിങ്ങളെ കാണാണ്ടിരിക്കും. തല താഴ്ത്തിട്ട് കാർ ഓൺ ചെയ്തിട്ട് കഴുത്തോളി കയറിയോ? ചിത്തുബായിന്റെ ഒരു മികച്ച അഭിനയം, ചിത്തുബായിന്റെയും നന്ദനേന്റെയും. ഇന്നലെ എന്റെ മുന്നിൽ ഞാൻ ചിത്തുബായി ഷുഗർ ഫിൽസ് ഫോൺ വിളിക്കുന്നത്.
ജാസ്മിൻ ചേട്ടാ അല്ല ജാസ്മിൻ ചേച്ചി എല്ലാവരും കോട്ടയ്ക്ക് പാസ് ചെയ്താ കോട്ടയ്ക്ക് പാസ് ചെയ്താ ക്യാമറ എവിടെ എവിടെ ഇതിനാണ് ഇന്ത്യ സ്നേഹം പിടിച്ചിട്ട് ഒരു 50,000 രൂപ ട്രാൻസ്ഫർ ചെയ്ത് മേടിച്ചു. ചായക്കടയിൽ ഇരുന്നപ്പോ പൈസ മേടിച്ചിട്ട് എന്നോട് അക്കൗണ്ട് ബാലൻസ് കാണിച്ചത് 650 രൂപ എടുത്തു. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ അങ്ങനെ വില കുറച്ച് വാങ്ങിക്കൊടുക്കില്ല. അങ്ങനെയാണെങ്കിൽ വേണ്ട കേട്ടാ ഒരാളുടെ ആവശ്യം വേണ്ട. ഞാൻ സ്വന്തമായിട്ട് കൈയടിക്കണം കല്യാണം ഉണ്ടല്ലേ കല്യാണം ഉണ്ടല്ലോ സിബിന്റെ കല്യാണത്തിന് ഞാൻ എന്താണെങ്കിലും അർമതി സീൻ വാച്ച് ബാക്കിയൊക്കെ പോയോ റൂമില്
സോറി ഓയോ റൂമിന്റെ ബ്രാൻഡ് അംബാസിഡർ ഇവിടെ നിൽക്കുന്നുണ്ട്. ആര് തോക്കൊന്നും മേടിച്ചില്ല. ഞാൻ കുറച്ച് മലപ്പുറം ബോംബ് ചേർന്നിക്ക് അപ്പൊ കേക്ക് ഞാൻ അല്ല ഈ ഷർട്ട് പുതിയതല്ലേ പുതിയതല്ലേ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു എന്ന് അതായത് ഈ സാധനം ഇന്നലെ ഇന്നെ പറ്റിച്ച് മേടിച്ചതാണ്. അത് എനിക്കെന്നെ തിരിച്ചിട്ടിരിക്കുന്നു. ഇഷ്ടപ്പെട്ട് ഞാൻ ഞാൻ മുമ്പത്തെ വ്ളോഗിൽ ഉണ്ടായിരുന്നു. ഹലോ സായിയുടെ ബർത്ത്ഡേ ആണ്. എത്ര നാളായി ഫോട്ടോ എല്ലാരും നേരം നോക്കിയേ. എന്നെ വിളിക്കണേ മൊത്തം ആൾക്കാര് എല്ലാ രസമുണ്ട് ഈ ഷർട്ട്. ഹാപ്പി റിസോർട്ടിന്റെ ഭംഗിയാണ്. ബർത്ത്ഡേ സീക്രട്ട് ഏജന്റ് ബർത്ത്ഡേന്റെ സീക്രട്ട് ഏജന്റ്. അപ്പൊ ഇവിടെ നമ്മളെ ഡെക്കറേഷനൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ഇതൊക്കെയാണ് നമ്മുടെ റൂഫ് ടോപ്പിലെ ഡെക്കറേഷൻസ് വരുന്നത്. ഇവിടെ ഭയങ്കര കടലിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട്. കടലാണ് ഇവിടെ, കാണുമെന്നറിയാം. ഫുൾ കടല് വൈബാണ്. അപ്പോൾ എല്ലാവരും പോയി, നമ്മൾ മാത്രം ബാക്കിയുള്ളൊരു. അപ്പോൾ നമ്മളെ ബർത്ത്ഡേ വ്ലോഗ് എങ്ങനെ ഉണ്ടായിരുന്നു? വ്ലോഗല്ലേ, ബർത്ത്ഡേ പാർട്ടി അടിപൊളിയായിരുന്നു. സ്റ്റേജ് ചെയ്തു, സർപ്രൈസ് ഒക്കെ ഒരുക്കിയത് നന്നായിട്ടുണ്ടായിരുന്നു. ചുക്കാൻ പിടിച്ചില്ല ചേച്ചി അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഇത് കോളാക്കിയത് നന്ദനസിയാണ്. കാരണം നന്ദനസിയുടെ കാറ് കണ്ട് സൈക്കിൾ ഔട്ട് എങ്ങനെ എന്താ ഇവിടെ ചോദിച്ചു.
ഇല്ല അതില്ലെന്ന് പറഞ്ഞാ പറയണത് എന്റെ കാർ മാത്രം ആ സിജോന്റെ കാർ കണ്ടിട്ട് സായിക്ക് മനസ്സിലായില്ല ഇത് നന്ദനന്റെ കാർ. ഞാൻ അങ്ങനെ ചിരിച്ചു പെട്ടെന്ന്. ആ ഇപ്പുറത്തെ സിജോന്റെ കാർ ഉണ്ടല്ലോ, അപ്പോഴാണ് സിജോന്റെ കാർ മനസ്സിലായത്. അപ്പൊ കബാന അത് കബാന റിസോർട്ടിലാണ്. അപ്പൊ നല്ല അടിപൊളി വൈബുണ്ട്. അപ്പൊ നമ്മള് അടിപൊളിയല്ലേ, സൂപ്പർ ആയില്ലേ. അപ്പൊ നാളെ ബർത്ത്ഡേ അല്ലെ, നമുക്കൊരു വിഷ് പറയല്ലേ. ജൂലൈ 14 ഇന്ന്, അതായത് ഇത് അപ്ലോഡ് ചെയ്യുമ്പോ ഇന്നാണ് മീൻസ് മൺഡേക്കാണ്. അപ്പൊ ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ഞാൻ സായി കൃഷ്ണൻ എന്ന് പറഞ്ഞു. ഹാപ്പി ബർത്ത്ഡേ കണ്ണാ. കണ്ണാ നീ ഉറങ്ങടാ. അപ്പൊ ഇവിടെ വെച്ച് വീഡിയോ അവസാനിപ്പിക്കാനാ. ലൈക്ക് ഷെയർ